തിരുവനന്തപുരം നേമത്ത് പണം നൽകി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് ബിജെപിക്കെതിരെ ഗുരുതര ആരോപണവുമായി എൽഡിഎഫും യുഡിഎഫും. ഒരു വോട്ടിന് 15,000 രൂപ വരെ ഗൂഗിൾ പേ വഴി നൽകിയെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ആരോപിച്ചു. പരാതിയുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും പോലീസിനോടും പറയട്ടെ എന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിനെ പണം കൊണ്ട് നേരിടുകയും മദ്യം കൊണ്ട് നേരിടുകയും മയക്കുമരുന്ന് കൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബിജെപി അധംപതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു വോട്ടിന് 15,000 രൂപ വരെ കൊടുക്കുകയാണ്. തെളിവ് ചോദിച്ചാൽ തെളിവൊന്നുമില്ല. പക്ഷേ കൊടുത്തവർ വാങ്ങിയവർ തന്നെ പറയുകയാണ്. വാങ്ങിയിട്ട് അവർ വോട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. പണം കാറിൽ കൊണ്ടുവന്നു. ഗൂഗിൾ പേയിൽ 15,000 രൂപ നൽകി. വോട്ടെടുപ്പിന് പിന്നാലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയാണ് ബിജെപിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. സമാന ആരോപണവുമായി യുഡിഎഫ് സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥനും. അതിൻ്റെ വലിയൊരു പണത്തിൻ്റെ കൊഴുപ്പ് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ വോട്ടിന് 5,000, വോട്ടിന് 10,000 അടക്കമുള്ള പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്നത് പൂട്ടും താക്കോലും കയ്യിലുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയെന്നാണ് വി ശിവൻകുട്ടിയുടെ ആരോപണത്തിന് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുടെ മറുപടി. എന്താണെങ്കിലും ഇനിയിപ്പോൾ EVM, ക്രോസ് വോട്ടിങ് അതെല്ലാം പറയട്ടെ, അത് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ തുടങ്ങട്ടെ. നോക്കൂ, ഇത് ഈ പറഞ്ഞത് ആരാണ്? പൂട്ടും താക്കോലും എൻ്റെ കയ്യിലുള്ള എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഇന്ന് മറ്റേ ഇഷ്യൂസ് എല്ലാം പറഞ്ഞത്. ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത് ഈ പൂട്ടും താക്കോലും തീരുമാനവും എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. മുമ്പ് ബിജെപി അക്കൗണ്ട് തുറന്ന മണ്ഡലത്തിൽ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നു. എന്നാൽ കാറ്റെങ്ങോട്ട് എന്നതിൽ മുന്നണികളുടെ നെഞ്ചുടിപ്പേറുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.